അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഈ അടുത്ത ദിവസം തൃശ്ശൂർ ജില്ലയിലെ മതിലകത്ത് നടന്നൊരു പ്രോഗ്രാമിൽ അതിലെ പ്രഭാഷകരോട് സദസ്സിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളും അതിന് നൽകിയിരിക്കുന്ന പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാനുള്ള സാഹചര്യം. പ്രധാനമായും 2 ചോദ്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത്. വേറെയും ചോദ്യങ്ങളുണ്ടായിരിക്കാം. ആ 2 ചോദ്യങ്ങളും ആദ്യം കേൾക്കുകയും എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയുമാവാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഈ 2 ആഴ്ച മുമ്പ് CD ടവർ വിഭാഗത്തിലെ പണ്ഡിതനായ അൻസാർ നന്മണ്ട അദ്ദേഹം ഖുതുബ നിർവഹിക്കുന്ന പള്ളിയിൽ ജുമുഅ ഖുതുബയിൽ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുകയില്ല, അത് രോഗമുണ്ടാക്കുകയില്ല തുടങ്ങിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ജിന്നുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ ഖുതുബ കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലെ ഖുതുബ വരെ കാത്തിരിക്കാൻ പോലും സമയമില്ലാത്ത വിധം 1-2 ദിവസത്തിനകം തന്നെ അദ്ദേഹം മറ്റൊരു വീഡിയോയിലൂടെ അത് തിരുത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. ആ തിരുത്തിയതിനെക്കുറിച്ച് ആണ് അതിൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ അതിന് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ചോദ്യം. അത് നമുക്ക് കേൾക്കാം. രണ്ടാമത്തെ ചോദ്യം, ഈ CD ടവർ വിഭാഗവും മർക്കസ് ദവ വിഭാഗവും തമ്മിൽ ആദർശപരമായുള്ള വ്യത്യാസം എന്താണ്, അതൊന്ന് ലളിതമായി പറഞ്ഞു തരാമെന്നാണ് രണ്ടാമത്തെ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. ഈ 2 ചോദ്യങ്ങളോടും പ്രതികരിക്കുന്നത് CD വിഭാഗത്തിലെ പണ്ഡിതനായ അനസ് മുസ്ലിയാരാണ്. ആ സംസാരം യൂട്യൂബിലൂടെയും മറ്റും കേട്ടിരിക്കുന്ന ആളുകൾ അതിൽ നൽകിയിരിക്കുന്ന കമൻസുകൾ മാത്രം വായിച്ചാൽ മനസ്സിലാവും ചോദ്യവും ഉത്തരവും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്നുള്ളത്. ഏതായിരുന്നാലും ഈ 2 ചോദ്യങ്ങളും നമുക്ക് ആദ്യം കേൾക്കാം. ഇപ്പോൾ നമ്മളിൽ തന്നെ പെട്ട അൻസാർ നന്മണ്ടയുടെ ഒരു സംസാരം വന്നിട്ടുണ്ട്. അദ്ദേഹം ഖുത്ബയിൽ ജിന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നുള്ള ഒരു പരാമർശം നടത്തി. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ജമിയത്ത് ഉലമയുടെ പ്രകാരം അത് ഞാൻ പറഞ്ഞ് തെറ്റായിപ്പോയി, അത് ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും എന്ന് തന്നെയാണ് അതിന്റെ യഥാർത്ഥം എന്നുള്ള ഒരു വ്യക്തികളെ പരാമർശിക്കുന്നുണ്ടായി. അത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് മർക്കസ് ദഅവയുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഖുത്ബയിൽ അല്ലെങ്കിൽ മിംബറിൽ അതിനെക്കുറിച്ചും കഴിഞ്ഞിട്ട് പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വ്യക്തത എന്താണെന്ന് മനസ്സിലാക്കി. ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടത്. അതിൻ്റെ മറുപടി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ കൂടെ തന്നെ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം കൂടി കേട്ടു. നമ്മുടെ ഈ മതിലകം പ്രദേശത്ത് എനിക്ക് തോന്നുന്നത് വിസ്ഡം ഗ്രൂപ്പ് ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ 2 ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്, ഒന്ന് മർക്കസ് ദവയും പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പുകളും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവർ തമ്മിലുള്ള ആദർശ വ്യത്യാസം എന്ന് വളരെ ലളിതമായ രൂപത്തിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഈ 2 ചോദ്യങ്ങളോടും പ്രതികരിച്ചുകൊണ്ട് അനസ് മുസ്ലിയാർ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വിശദമായ രൂപത്തിൽ മറുപടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അൻസാർ നന്മണ്ടയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു 10-20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും പരിശോധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ അത് എത്രമാത്രം ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് നമുക്കും ബോധ്യമാവും. അപ്പോൾ അവിടെ അൻസാർ നന്മണ്ട അങ്ങനൊരു വിഷയം സംസാരിക്കുന്നത് തന്നെ ഈ മർക്കസ് ദവ വിഭാഗവും അതുപോലെ CD ടവർ വിഭാഗവും അതുപോലെ വിസ്ഡം വിഭാഗവും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിലേ അല്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ ഒരു വെള്ളിയാഴ്ചയിൽ കേരളത്തിലെ പൊതുവിൽ മിക്ക മുജാഹിദ് പള്ളികളിലും അന്നത്തെ ഖുതുബയുടെ പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയം തന്നെയാണ്. ജിന്ന് സംബന്ധമായിരിക്കുന്ന വിഷയമാണ്. അതിൻ്റെ കാരണം കാസർഗോഡ്
ഒരു സഹോദരി നടത്തിയിരിക്കുന്ന തട്ടിപ്പും അതിൻ്റെ അനുബന്ധമായി ഉണ്ടായിരിക്കുന്ന കൊലപാതകവും അത് പിടിക്കപ്പെട്ടതും അങ്ങനെ അത് ജിന്നുമായി ബന്ധപ്പെട്ടുള്ള ചില വിശ്വാസങ്ങളുടെ ഭാഗമാണ് എന്നുള്ള കാര്യങ്ങൾ അത് പുറത്തു വന്നപ്പോൾ ആ വിഷയത്തിലുള്ള ഒരു അവയർനെസ് ആളുകൾക്ക് കൊടുക്കാൻ തന്നെയാണ് കേരളത്തിലെ ഏതാണ്ട് മിക്ക മുജാഹിദ് പള്ളികളിലും ഖുത്ബയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അൻസാർ നന്മണ്ടയും അന്ന് സംസാരിച്ചത്. സ്വാഭാവികമായും എന്തായിരുന്നു കാസർകോട്ട് ആ വിഷയത്തിൻ്റെ സാഹചര്യം? നമുക്കറിയാം, മുസ്ലിം സമൂഹത്തിൽ പൊതുവിലും ഇടക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചിലരിലുമൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ചില പ്രവണതകളുണ്ട്. ആ പ്രവണതയാണ് ഈ ജിന്ന് വർഗവുമായി ബന്ധപ്പെടുവാനും കമ്മ്യൂണിക്കേഷൻ നടത്തുവാനും അവരുടെ ചില സഹായങ്ങളും സപ്പോർട്ടുകളും സ്വീകരിക്കുവാനുമൊക്കെ മനുഷ്യരിൽ ചില പ്രത്യേക ആളുകൾക്ക് സാധിക്കുമെന്നും അതുവഴി അവർക്ക് ചില പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള ചില വിശ്വാസങ്ങൾ. ഈ വിശ്വാസങ്ങൾ ഇവിടെ രൂഢമൂലമാക്കുന്നതിൽ നേരത്തെ പ്രധാന പങ്കുണ്ടായിരുന്ന യാഥാസ്ഥിക പണ്ഡിതന്മാർക്കായിരുന്നുവെങ്കിൽ ഇന്ന് നവയാഥാസ്ഥികരായിരിക്കുന്ന പണ്ഡിതന്മാർക്ക് കൂടി അതിൽ പങ്കുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ജിന്നുകളുമായി പ്രത്യേക ബന്ധം സ്ഥാപിച്ച് ചില കമ്മ്യൂണിക്കേഷൻ നടത്തി അവരെ ശരീരത്തിൽ കയറ്റിയോ ഇറക്കിയോ അങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്നും അതുവഴി ചില ഭൗതികമായിരിക്കുന്ന ലാഭമുണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുമൊക്കെയുള്ള ചില വിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ഒരു പ്രമുഖ വ്യാപാരി കൂടിയായിരിക്കുന്ന അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഈ സ്ത്രീയുടെ വലയിൽപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 600ഓളം പവൻ സ്വർണ്ണാഭരണങ്ങൾ അത് ഇരട്ടിപ്പിച്ചു കിട്ടും എന്ന് കരുതി ഈ കക്ഷിയെ ഏൽപ്പിക്കുന്നതും പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് വരെ എത്തുകയും ചെയ്യുന്ന സാഹചര്യം അതാണ്. അപ്പോൾ ഈ വിഷയത്തിലാണ് അൻസാർ നന്മണ്ട അടക്കം ഒരുപാട് ഖത്തീബുമാർ ആ ഒരു വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് സാധാരണ മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. നമ്മളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൻസാർ നന്മണ്ട അന്ന് നടത്തിയിരിക്കുന്ന ഖുത്ബ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ജിന്ന് കയറുക, ജിന്ന് കൂടുക, ജിന്ന് ഇങ്ങനെയുള്ള പ്രത്യേക സഹായങ്ങൾ ചെയ്യുക തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും പ്രാമാണികമായിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണ്, അതുകൊണ്ട് അന്ധവിശ്വാസമാണ്, അത് സ്വീകാര്യമല്ല എന്ന അർത്ഥത്തിലുള്ള ഒരു ഖുത്ബയാണ് അദ്ദേഹം നടത്തിയത്. ആ വിഷയമാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതാണ് തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ ജമിയത്തുലമയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ വിളിച്ചു പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒറ്റപ്പാചകത്തിൽ തിരുത്തിയത്രയേ ഉള്ളൂ. പിന്നെ ജിൻ്റെ ശരീരത്തിൽ കയറും, അതിങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമിയത്തുലമയുടെ നേതാക്കന്മാർ എനിക്കത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാണ് എന്തിൻ്റെ ഖുർആൻ്റെയും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇദ്ദേഹം അന്ന് ഖുത്ബ നിർവഹിച്ചത് വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിലായിരുന്നില്ലേ? അഥവാ ആയിരുന്നില്ല എങ്കിൽ അതുവരെ നടത്തിയിരിക്കുന്ന എല്ലാ ഖുത്ബകളും ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ ആയിരുന്നുവോ അല്ലയോ? മറിച്ച് അന്ന് മാത്രം ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലല്ല നിർവഹിച്ചത് എങ്കിൽ ഇദ്ദേഹം ഇതുവരെ നടത്തിയിരിക്കുന്ന ഖുത്ബകളൊക്കെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെയാണ് ആളുകൾ ഇത് സ്വീകരിക്കാൻ പറ്റുക? അപ്പോൾ ഒരു ഖുത്ബയിൽ വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിലാണെന്ന് പിന്നെ ധരിപ്പിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ സംസാരിക്കുകയും താഴെ ഇറങ്ങിയിട്ട് ഇതൊന്നും ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലല്ല, ഇത് പിന്നെ ശരിയല്ലാത്ത നിലപാടാണ് എന്ന് പറഞ്ഞ് തിരുത്തുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹം ഇതുവരെ നടത്തിയിരിക്കുന്ന ഖുത്ബകളെ അതിൻ്റെ അഭിസംബോധരായിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുകൂടി കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, അനസ് മുസ്ലിയാർ ചെയ്യേണ്ടിയിരുന്നത് ഇദ്ദേഹം ഇത് തിരുത്തുമ്പോൾ ഇവരെ പണ്ഡിതന്മാർ നേതാക്കന്മാർ തിരുത്തി തന്നു, എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹം അതിനുവേണ്ടി എന്തൊക്കെ പ്രമാണങ്ങളാണ് പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരുത്തിയത് എന്നതിൽ പറയുന്നില്ല. സ്വാഭാവികമായും അനസ് മുസ്ലിയാർ പറയേണ്ടിയിരുന്നു, ജമിയത്തുൽ ഉലമ ഇന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ അൻസാർ നന്മണ്ടയെ അത് തിരുത്തിച്ചത് എന്ന് പറയേണ്ടിയിരുന്നു. അത് പറഞ്ഞോ? അദ്ദേഹത്തിൻ്റെ ഈ മറുപടിയിൽ 2-3 കാര്യങ്ങളാണ്. അത് ഇതുമായിട്ട് എന്താ ബന്ധം എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ലോകത്ത് സലഫി സംഘടനകളെല്ലാം 2000-2002 കാലഘട്ടങ്ങളിൽ പിറന്നിട്ടുണ്ടെന്നാണ് ഒന്നാമത്തെ കണ്ടുപിടുത്തം.
അത് ശരിയാണെന്നുള്ളത് പരിശോധിക്കണം. എന്ന് ഇവിടുത്തെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ അതുപോലെ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ സലഫി സംഘടനകളും 2000-2002 കാലഘട്ടങ്ങളിൽ പിളർന്നിട്ടുണ്ട്. ആ പിളർപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജിന്നും സിഹിറും ഒക്കെ ആയിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ പിളർപ്പ് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ പരിശോധിക്കണം. പിന്നെ അതിൻ്റെ കാരണം എന്താണ് എന്ന് വേറെയും പരിശോധിക്കണം. ഇത് എന്തിനാ പറഞ്ഞത്? കേരളത്തിൽ ആ കാലത്തുണ്ടായിരിക്കുന്ന ഒരു പിളർപ്പ്, മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ മുജാഹിദ് സംഘടനകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പിളർപ്പ്, ആ പിളർപ്പിൻ്റെയും കാരണം പ്രധാനമായും ജിന്ന് സിഹിർ വിഷയങ്ങളായിരുന്നു എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അതും ഈ ചോദ്യവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ആ വിഷയവും ഈ ചോദ്യം തമ്മിൽ എന്ത് ബന്ധമുണ്ട്? മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പോലും വസ്തുതാപരമാണോ? 2002 മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടാകുന്ന പിളർപ്പിൻ്റെ കാരണങ്ങളിൽ എവിടെയെങ്കിലും ഒരവസാനത്തെ കാരണമായിട്ടെങ്കിലും ജിന്ന് സിഹിർ പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നുവോ? അത് കൃത്യമായി പറയണം. കാരണം ഈ പിളർപ്പിൻ്റെ തൊട്ട് മുമ്പ്, ഏതാണ്ട് ഒരു വർഷത്തിൻ്റെ തൊട്ട് മുമ്പ്, ഒരു വർഷത്തോളം അല്ലേ, അതിനിടയിൽ ഈ കാര്യങ്ങൾ, ഇവിടെയുള്ള തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും കേരള ജമിയത്തുൽ ഉലമ അതുമായി ബന്ധപ്പെട്ട ഒരു ലഘു പുസ്തകം തന്നെ, ഒരു കുറിപ്പ് തന്നെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 18ഓളം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ആ 18ഓളം കാര്യങ്ങളിൽ ജിന്ന് സിഹിർ വിവാദം ഒരു വിഷയമായിരുന്നുവോ? അതിലാകെ ഒരു പരാമർശം വന്നത് തന്നെ സിഹിറിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പോലുമുള്ള പ്രതികരണം എന്താ? അത് മസ്അലയിലെ തർക്കം മാത്രമാണ് എന്നല്ലാതെ സംഘടനാപരമായോ ആദർശപരമായോ ഉള്ള ഒരു വിഷയമായി തർക്കമായി കാണേണ്ടതില്ല എന്ന രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. എന്നിരിക്കെ 2002 പിളർപ്പിൻ്റെ കാരണം പ്രധാനമായിട്ടും ജിന്ന് സിഹിർ വിഷയങ്ങളായിരുന്നു എന്ന് അനസ് മുസ്ലിയാർ പറഞ്ഞിരിക്കുന്ന കാര്യം തീർത്തും വസ്തുതാവിരുദ്ധവും പിന്നെ കള്ളമായിരിക്കുന്ന ആരോപണവുമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അതാണ് ഈ വിഷയത്തിൽ ഇദ്ദേഹം പിന്നെ പ്രധാനമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് എന്താ അറിയോ? ഈ ഐക്യത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ പിന്നീട് വന്നിരിക്കുന്ന 2016 വന്നിരിക്കുന്ന ഐക്യ ചർച്ച, ആ ചർച്ചകളിൽ എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ പരസ്പരം വളരെ വലിയ വാശിയേറിയിരിക്കുന്ന ചർച്ചകളുണ്ടായി. എന്നിട്ട് അവസാനം ചില തീരുമാനങ്ങളുണ്ടായി. അതാണ് അതിൽ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു വിഷയം എന്നുള്ളത്. അപ്പോൾ ആ തീരുമാനങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും ജിന്ന് സിഹിർ പോലെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ ധാരണ ഉണ്ടായി. ആ ധാരണ ഉണ്ടായപ്പോൾ പിന്നെ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു പോലും, എന്നോടും അതുപോലെ അലിമദിനോടൊക്കെ, ഇത് നമ്മൾ ഈ വിഷയം ഇനിയിപ്പോൾ ജനങ്ങളോട് എങ്ങനെ പറയും, അവരെങ്ങനെ അംഗീകരിക്കും? അപ്പം നമ്മൾ പറഞ്ഞു പോലും അത് നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ആൾക്കാരെ സ്വീകരിച്ചു കൊള്ളും എന്ന്. ഇതും ഒരർദ്ധസത്യമാണ് എന്നേ പറയാൻ കഴിയുള്ളൂ, സത്യം എന്ന് പറയാൻ കഴിയില്ല. എന്താ കാരണം? ഈ ഐക്യ ചർച്ചകളിൽ പല വിഷയങ്ങളും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഏതാണ്ട് പരസ്പരം തർക്കത്തിലുള്ള പല വിഷയങ്ങൾ വന്നു. അതിൽ ചില വിഷയങ്ങളിലെങ്കിലും രണ്ടു കൂട്ടരും തമ്മിൽ അടിസ്ഥാനപരമായി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് 1-2 സിറ്റിങ്ങിൽ ആ കാര്യങ്ങളൊക്കെ പൂർത്തിയായി. അതൊക്കെ പിന്നെ ഏകാഭിപ്രായത്തിൽ തന്നെ എത്തി അതങ്ങനെ തീരുമാനമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജിന്ന് സിഹിർ വിഷയങ്ങൾ പലതവണ ചർച്ച ചെയ്തിട്ടും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അത് വെച്ച് ചർച്ച ചെയ്തിട്ടൊന്നും അതിലൊരു തീരുമാനമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ പേരിൽ തന്നെ ഐക്യ ചർച്ച ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ചതാണ്. പിന്നൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അത് സംബന്ധമായ ചർച്ച നടക്കുന്നത്. ആ ചർച്ച നടക്കുമ്പോൾ സംഭവിച്ചുള്ള എന്താ? രണ്ട് വിഭാഗത്തെയും, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളല്ല, മറിച്ച് പിന്നെ മുതിർന്ന നേതാക്കന്മാർ, അവർ പരസ്പരം എന്തോ ധാരണകൾ ഉണ്ടാക്കിയിട്ട് ആ ധാരണ രണ്ടാമതൊരു ചർച്ച വെച്ച് അവിടെ വെച്ചത് എഴുതിയുണ്ടാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അതല്ലെന്ന് പറയാൻ കഴിയുമോ? മർക്കസ്തവ വിഭാഗത്തിൽ നിന്ന് പിന്നെ അന്ന് അതിന് നേതൃത്വം കൊടുത്ത അസ്ഹർലി, അതുപോലെ പിന്നെ ഹുസൈൻ മടവൂർ തുടങ്ങിയിരിക്കുന്ന ആളുകൾ, അവരൊക്കെയാണ് ഇതിൽ നമുക്കൊരു കോംപ്രമൈസിൻ്റെ രൂപത്തിൽ സംഗതി ഉണ്ടാക്കാം എന്നതിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തൊന്നും അങ്ങനെയുള്ള നേതാക്കന്മാർ ഇടപെട്ടു നമ്മൾ മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഈ രണ്ട് വിഭാഗം നേതാക്കളുടെയും പിന്നെ ആലോചന പ്രകാരമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു ധാരണ, അത് ഈ ഐക്യ കരാറുമായി ബന്ധപ്പെട്ടെടുത്ത് എഴുതിയുന്ന കാര്യം മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ എന്നൽക്ക് അനസ് മുസ്ലിയാരാണെങ്കിലും കായക്കൊടിയാണെങ്കിലും ഇപ്പുറത്തെ ഞങ്ങളാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത്, അല്ലേ? അതിലാണ് എന്ത് പറഞ്ഞത്? ജിന്ന് സിഹിർ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് ഐക്യാനന്തരം പണ്ഡിതന്മാർക്കിടയിൽ ഉള്ളിലിരുന്ന് ചർച്ച ചെയ്യാം. പുറത്ത് ഇതൊരു പ്രബോധന വിഷയമാക്കി മാറ്റേണ്ടതില്ല.
എന്ന ഒരു ധാരണയിലേക്ക് എത്തുകയും ആ ധാരണ അവിടെ എഴുതുകയും ചെയ്തു. എഴുതത് ഇത്രയേ ഉള്ളൂ. ജിന്ന് സിഹ്ർ വിഷയങ്ങളിൽ നേരത്തെ തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട്, ചില ധാരണകൾ ഉണ്ടായിട്ടുമുണ്ട്, ഇത് പ്രബോധന വിഷയമാക്കേണ്ടതില്ല എന്നാണ് അത് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇപ്പം ഇങ്ങനൊരു സംഗതി വന്നപ്പോൾ ഇതിനെക്കുറിച്ചാണ് അനസ് മുസ്ലിയാർ നമ്മൾ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഇത് ആൾക്കാർ എങ്ങനെ പറയും? അപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഈ വിഷയങ്ങൾ പിന്നെ നമ്മൾ അകത്തിരുന്ന് ചർച്ച ചെയ്യാമെന്നും പുറത്ത് ഇത് പ്രബോധന വിഷയമാക്കേണ്ടതില്ല എന്നുമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയ ധാരണ. ഈ ധാരണ നമ്മൾ രണ്ട് ടീമും കൂടി ഒരുമിച്ച് ആളുകളോട് പറയുമ്പോൾ അവർക്കത് ബോധ്യമായേക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് ആ കാര്യങ്ങളൊന്നും പറയാതെ ചില വാചകങ്ങളിൽ ഒതുക്കിയിട്ട് അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അനസ് മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ, അൻസാർ നന്മണ്ട തിരുത്തുമ്പോൾ അതിനുവേണ്ടി ഉന്നയിച്ചിരിക്കുന്ന പ്രമാണം എന്താണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം ഒന്നുകൂടി പിന്നെ ഇതിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ അൻസാർ നന്മണ്ട ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താ? ഒരു ഭാഗത്ത് ജിന്ന് കയറില്ല, അത് രോഗമുണ്ടാക്കില്ല, അത് ഉപദ്രവിക്കില്ല എന്നൊക്കെ മിമ്പറിൽ പറയുകയും പിന്നീട് അത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തൊട്ടു പിറകെ അത് മാറ്റി പറയുകയും ചെയ്യുമ്പോൾ ആ മാറ്റി പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ എന്താണ്? ആ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രാമാണികമായ വിശദീകരണം നൽകേണ്ടതായ അനസ് മുസ്ലിയാർ എന്ത് ചെയ്തു? ആ വിഷയത്തിലേക്ക് ആ നിലക്ക് കടന്നു വരാതെ ചോദ്യകർത്താവിന് എന്തെങ്കിലും മനസ്സിലാകാൻ നമുക്കറിയില്ല. എന്തായാലും ഒരു 10-20 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. പല കാര്യങ്ങളും പല വിഷയങ്ങളും ലോകാടിസ്ഥാനത്തിലും പിന്നെ ദേശീയാടിസ്ഥാനത്തിലും ഒക്കെയുള്ള പല പല കാര്യങ്ങളും സംസാരിച്ചിട്ട് അദ്ദേഹം എല്ലാം സ്കൂട്ടായി. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ ആ നിലക്കുള്ള നെഗറ്റീവായിരിക്കുന്ന ഒരുപാട് കമൻസുകൾ അതിൽ വന്നത് എന്നുള്ളതും ആർക്കും മനസ്സിലാവും. ഇതാണ് അൻസാർ നന്മണ്ടയുടെ വിഷയത്തിൽ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ അവിടെ ഇനിയും കിട്ടേണ്ട സംഗതി ഈ കാസർഗോഡ് വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന്, എന്തിനടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായത്, ഈ ആൾ പോയിൽ പെട്ടത് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവിടെ ആ പിന്നെ വിഷയത്തിൽ ഇപ്പൊ പിടിക്കപ്പെട്ടത് ആ സ്ത്രീയെയും അവരുടെ ഭർത്താവ് അടക്കമുള്ള കുറച്ച് ആൾക്കാരാണല്ലോ. യഥാർത്ഥത്തിൽ അവർ മാത്രമാണ് അവിടെ പ്രതികൾ. ഇങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്ന സമൂഹവും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരും, അത് യാഥാസ്ഥികരാണെങ്കിലും നവയാഥാസ്ഥികരാണെങ്കിലും അവരൊക്കെ ഇതിൽ പ്രതികളല്ലേ. ആ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട ആളുകൾ സ്വാഭാവികമായും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കാര്യമായിട്ട് ഒന്നും പറഞ്ഞു വെക്കാതെ, അതുമായി ബന്ധപ്പെട്ടതിൻ്റെ പശ്ചാത്തലം പോലും ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാതെ മറ്റു ചില കാര്യങ്ങൾ, സംഘടനാ വിഷയങ്ങളിലേക്ക്, പഴയ കാര്യങ്ങളിലേക്ക്, 2000-ലെയും അതിന് മുമ്പും അതിന് ശേഷമൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ചർച്ച നീട്ടിക്കൊണ്ടുപോയി ഇതിൽ നിന്ന് മെല്ലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്നതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം എന്തായിരുന്നു? കേരള മർക്കസ് ദവയും അതുപോലെ CD ടവറും തമ്മിലുള്ള ആശയപരമായിരിക്കുന്ന വ്യത്യാസം എന്താണ് എന്നാണ്. അതിനും ഇതുപോലെ തന്നെയുള്ള ഒരു മറുപടി, ഒരു സമയം 8-10 മിനിറ്റ് കേട്ടോളൂ, അതിലേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അത്രേ കിട്ടിയിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ആ ഉള്ള പിന്നെ സംസാരത്തിൽ അതിൽ യഥാർത്ഥത്തിൽ മർക്കസ് ദവയും അതുപോലെ പിന്നെ CD ടവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, ആശയപരമായിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്താണ് എന്ന് നമ്പർ ഇട്ട് പറഞ്ഞു കൊടുക്കാൻ എന്താണ് അനസ് മുസ്ലിയാർക്ക് തടസ്സം? അതിന് അദ്ദേഹം അവിടെയും പറഞ്ഞെന്താ, നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്ത് ഒരു ഐക്യത്തിലേക്ക് വന്നു. ആ ഐക്യത്തിലേക്ക് വന്ന ശേഷം പിന്നെ എന്തിനാണ് പിരിഞ്ഞു പോയത്? അങ്ങനെ പിരിഞ്ഞു പോയതിൻ്റെ പേരിൽ പരലോകത്ത് പടച്ചവൻ്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. അതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ശരി, പറയാം. കാരണം നിങ്ങളായാലും പറയാത്ത സ്ഥിതിക്ക് പിന്നെ നമ്മളെങ്കിലും പറയണല്ലോ. നമ്മൾ പറയാം. നമ്മൾ ഈ ഐക്യത്തിലേക്ക്, ഐക്യപ്രഖ്യാപനത്തിലേക്ക് പോകുന്നത് അതിൻ്റെ മുമ്പ് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ 9-11 മാസം, ഈ 9 മാസം 11 മാസം എന്നൊക്കെ പറയുമ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ 100 കണക്കിന് ചർച്ച ഒന്നതിനർത്ഥമല്ല. ഈ ഏതാണ്ടൊരു കൊല്ലത്തിനിടക്ക് ഒരു 5-6 സിറ്റിംഗ് ഇതിലൂടെ നടത്തിയിട്ടുണ്ട്. ഇതാണ് സംഗതി. ആ സിറ്റിങ്ങുകളിൽ നടന്നിരിക്കുന്ന ചർച്ചകൾക്കൊടുവിൽ ഈ ഐക്യപ്രഖ്യാപനത്തിൻ്റെ മുന്നോടിയായി ഒരു കരാർ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ കരാറിൽ ചില വ്യവസ്ഥകളുണ്ട്. ആ കരാർ വ്യവസ്ഥകൾ നിലനിൽക്കുമ്പോഴാണ് ഐക്യവും നിലനിൽക്കുക. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി, അത് വേണമെങ്കിൽ പറയാം അത് മുശ്രിക്കുകളോടാണോ എന്നൊക്കെ പറഞ്ഞേക്കാം, ആയിക്കോട്ടെ, എന്ത് പറഞ്ഞാലും
ഹുദൈബിയ സന്ധി സന്ധിയാണല്ലോ. ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്ന സന്ധി. ആ സന്ധി ഉണ്ടാക്കിയത് 10 വർഷത്തേക്കല്ലേ. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആ സന്ധി പൊളിയുകയും പ്രവാചക തിരുമേനി മറ്റൊരു മാർഗം അവലംബിക്കുകയും ചെയ്തത് എന്തിനൊരു സന്ധിയിലായിരുന്നു? ആ സന്ധിയിൽ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ വളരെ നിസ്സാരമെന്നൊരു പക്ഷേ തോന്നാവുന്ന ചില കാര്യങ്ങൾ മറുപക്ഷത്തിൽ ആളുകൾ ലംഘിച്ചപ്പോ ഈ സന്ധി മുഖേന ഉണ്ടായിരുന്ന പല ഗുണങ്ങളും ഉണ്ടായിട്ടും ഇതിലെ ചില വ്യവസ്ഥകൾ ലംഘിച്ചൊരു സാഹചര്യത്തിൽ പ്രവാചക തിരുമേനി ആ സന്ധി ദുർബലപ്പെടുത്തിയിട്ട് പടയൊരുക്കം നടത്തുകയാണ് ചെയ്തത് എന്നുള്ളത് ആർക്കും മനസ്സിലാവും, ആർക്കും ബോധ്യമാവും. എന്ന പോലെ തന്നെ 2 വിഭാഗം മുജാഹിദുകൾ തമ്മിൽ ചർച്ച നടത്തി ഒരു സന്ധി, ഒരു ഐക്യം ആവട്ടെ, ആ ഐക്യം രൂപീകരിക്കാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന ഒരു കരാറുണ്ട്. ആ കരാറിൽ കുറേ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അതുപോലെ നിലനിന്നിരുന്നുവെങ്കിൽ ഐക്യവും ഒരുപക്ഷെ അതുപോലെ നിലനിൽക്കുമായിരുന്നു. എന്നാൽ അതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഈ പറയുന്ന അനസ് മുസ്ലിയാരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ, ഉത്തരവാദപ്പെട്ട ആളുകൾ അതിൽ പലപ്പോഴും പല വിഷയത്തിലും ലംഘനം നടത്തുകയും ആ ലംഘനങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഈ അനസ് മുസ്ലിയാരും കായക്കൊടിയും അടക്കമുള്ള ആളുകൾ പലയിടങ്ങളിലും പൊതുവേദികളിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകൾ എന്ന നിലക്ക് അന്നത്തെ KNM പ്രസിഡന്റ് TP മദനിക്ക് മർക്കസ് തവാ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ, നേതാക്കന്മാർ പ്രത്യേകം ലെറ്റർ കൊടുത്തു. ഇന്ന പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കണം, ഇന്ന സമയത്തിനകം പരിഹരിക്കണം. ഇത് നമ്മൾ അങ്ങനെ ആ കത്ത് കൊടുത്തിട്ട് 2017 ഓഗസ്റ്റ് മാസം 31-നകം ഇന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞ് അതിൻ്റെ ഏതാണ്ട് 2 മാസം മുമ്പ് കത്ത് കൊടുക്കുന്നത്. ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളെ വല്ലതും പരിഹരിച്ചിട്ടുണ്ടോ? ഇതൊന്നും പരിഹരിക്കാതിരിക്കുകയും വീണ്ടും പുതിയ ലംഘനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഇത് ഒരു ചതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മർക്കസ് തവാ വിഭാഗം വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ എന്തിനാണ്? ഇതാണ് വിഷ്കാര്യം. ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഐക്യമാണെങ്കിലും ലയനമാണെങ്കിലും ഒരുമിക്കലാണെങ്കിലും വേറെ എന്ത് പേര് പറഞ്ഞാലും സന്ധിയാണെങ്കിലും ഒക്കെ ആ കരാർ ലംഘിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ആ ഐക്യവും ആ സന്ധിയും ആ ലയനവും ഒക്കെ ദുർബലപ്പെട്ടു പോകും, അത് നിരർത്ഥകമായി മാറും എന്നതാണ് ചരിത്രപരമായും അതിൻ്റെ വസ്തുത. വർത്തമാനകാലത്തും അതങ്ങനെ തന്നെയായിരിക്കും. അതല്ലാത്ത വേറെ ഒരു വിഷയത്തിലില്ല. അടിസ്ഥാനപരമായി ആ കരാറുകൾ ലംഘിച്ചു. ഞാനതിലേക്ക് പിന്നീട് വരാം. ഇനി ആ കരാറ് പ്രകാരം ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് മൻഹജാണെന്നാണ് പറഞ്ഞത്. എന്താണ് ഈ മനഹജു സലഫ് എന്നാണല്ലോ പറഞ്ഞത്, അല്ലേ? ആ മനഹജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ട്. 2001 തന്നെ ആ വിഷയം ചർച്ചക്ക് വന്നിട്ടുണ്ട്. അതിനെവിടെ ആരും അംഗീകരിക്കാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ ആ മനഹജിന്റെ മറവിൽ ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രസ്ഥാനത്തിനകത്തേക്ക് കയറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അത് വേറെ തന്നെ വരണ്ടല്ലേ, അതിലേക്കും വരാം. അപ്പോൾ പറഞ്ഞു വന്നത്, ആ മനഹജ് അനുസരിച്ച് എന്താ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും മനസ്സിലാക്കേണ്ടത്, അത് പഠിച്ചു ഉൾക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് സച്ചരിതരായിരിക്കുന്ന സലഫിന്റെ മാർഗം അവലംബിച്ചുകൊണ്ടാണ്. അവരെങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്? ആ മാർഗത്തിലൂടെ സ്വീകരിക്കേണ്ടതല്ലേ, അത് സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ തീരുമാനമുണ്ടായിട്ടും അനസ് മുസ്ലിയാർ തന്നെ പറയുന്ന പോലെ സിഹിർ സംബന്ധമായി ഐക്യത്തിന് ശേഷമുണ്ടായിരിക്കുന്ന ചർച്ച ഉണ്ടല്ലോ, ആ ചർച്ചയിൽ പോലും ഈ മനഹജ് തെറ്റിച്ചുകൊണ്ടാണ് ഇവർ സംസാരിച്ചത്. അനസ് മുസ്ലിയാരുടെ ടീം അവിടെ കായക്കൊടിയുള്ള പ്രധാനമായിട്ട് സംസാരിച്ചത്. ആ കായക്കൊടി സംസാരിച്ചിരിക്കുന്ന കാര്യം എന്തായിരുന്നു? അവതരിപ്പിച്ചിരിക്കുന്ന പ്രബന്ധത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? സിഹിർ ഫലിക്കും, അതിന് യാഥാർത്ഥ്യമുണ്ട്, അതിന് ഹക്കീക്കത്തുണ്ട്, തഫ്സീറുണ്ട് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ആ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷമുണ്ടെന്നാണ്. ഭൂരിപക്ഷ അഭിപ്രായം നമ്മൾ അവിടെ ചോദ്യം ചെയ്ത വിഷയം ഒന്ന്, അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷ അഭിപ്രായം എന്നുള്ള സംഗതി ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു പ്രമാണമാണോ? അടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിക്കുന്ന പ്രമാണം വിശുദ്ധ ഖുർആൻ, സ്വഹീഹായിരിക്കുന്ന ഹദീസുകൾ, സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്, ഇതല്ലാതെ മറ്റൊരു പ്രമാണമുണ്ടോ? അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷം എന്നൊരു പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചു. മറുപടിയില്ല. 2, എങ്ങനെയാണ് നിങ്ങൾ ഈ ഭൂരിപക്ഷം തീരുമാനിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ, പൂർവ്വകാല പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ 10 പേരോ 100 പേരോ 1000 പേരോ 10000 പേരോ അല്ല, ലക്ഷക്കണക്കിന് മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഈ സലഫുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അവരിൽ മുഴുവൻ ആളുകളുടെയും അഭിപ്രായം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിൽ നിന്ന് ഭൂരിപക്ഷം നിലനിൽക്കാൻ പറ്റുക. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള വല്ല വഴിയും ഇവിടെ ഉണ്ടോ? മുൻകാലത്ത് കഴിഞ്ഞു പോയിരിക്കുന്ന 10 or 100 പണ്ഡിതന്മാർ ചില ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് 3 or 4 ഇബാറത്തുകൾ വായിച്ചു വെച്ചിട്ട് ഇതാണ് അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് ആർക്കും അംഗീകരിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ അവിടെ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷം കണ്ടെത്തിയത്, അതിന് നിങ്ങളുടെ മാർഗം എന്താണ്, മാനദണ്ഡം എന്താണ്? ആ 2 കാര്യത്തിനും ഒരു ഉത്തരവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ പ്രബന്ധത്തിൽ ഇവർ അവതരിപ്പിച്ചിരിക്കുന്ന പല വിഷയങ്ങളും പിന്നീട് ഒരിക്കലും ആവർത്തിക്കാൻ പോലും ശ്രമിച്ചില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തിയ ചർച്ചയിൽ. അപ്പൊ എന്താ സംഗതി? പിന്നെ ഒരു ഭാഗത്ത് ഖുർആനും പ്രവാചക ചര്യയുമാണ് അടിസ്ഥാന ആദർശമെന്ന് പൊതുവിൽ പറയാം, അത് മുസ്ലിം സമൂഹം മൊത്തത്തിൽ അംഗീകരിക്കുന്നതാണ്. പക്ഷേ അടിസ്ഥാനപരമായ പല ചർച്ചകളും വരുമ്പോൾ, പല വിഷയങ്ങളും വരുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും കൃത്യമായ ഒരു സാധാരണക്കാർക്ക് വരെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ലളിതമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ആശയം മുൻകാലത്ത് ഏത് പണ്ഡിതനാണ് പറഞ്ഞത്, ഏത് കിതാബിലാണ് എഴുതിയത്, അത് കിട്ടിയെങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന നിലപാട്, ആ നിലപാട് യഥാർത്ഥത്തിൽ എന്താ, അത് ശരിയാണോ? മാത്രമല്ല മർക്കസ് ദവായി വിഭാഗവും അതുപോലെ സീരി ടവർ വിഭാഗവും തമ്മിൽ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ആശയപരമായിരിക്കുന്ന വ്യത്യാസവും ഇതുതന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താ കാരണം? വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളുമാണ് അടിസ്ഥാന പ്രമാണമെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ, അത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു വിഷയത്തിൽ അങ്ങനെ ചില സംഗതികൾ ഉന്നയിക്കുമ്പോൾ അതിന് ഏത് പണ്ഡിതനാണ് അങ്ങനെ പറഞ്ഞത്, ഏത് കിതാബിൽ അങ്ങനെ ഉള്ളത് എന്ന് ചോദിക്കുകയും ഖുർആനും പ്രവാചക ചര്യയും അംഗീകരിക്കണമെങ്കിൽ അതിന് അനുകൂലമായി, അതിന് സമാനമായി മറ്റേതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിരിക്കണമെന്നും ആ പറഞ്ഞ വാക്കുകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലാണ് സ്വീകരിക്കേണ്ടത് എന്ന ധ്വനിയിലുള്ള കാര്യങ്ങൾ, അതാണ് വിഷയം. എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയ എന്താ, മർക്കസ് ദവായി മാത്രമല്ല, ലോകത്തിലെ ശരിയായ ഈ ലൈനിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെല്ലാം, അതുപോലെ തന്നെ പഴയകാല മുജാഹിദ് പ്രസ്ഥാനം എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതുമായ കാര്യം എന്താ? ഇമാം ഷാഫി റഹ്മഹുല്ലൊക്കെ പറഞ്ഞ പോലെ എന്താണ്, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിനോട് ഞങ്ങളുടെയൊക്കെ വാക്കുകൾ, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അത് യോജിച്ചു വരുന്നുണ്ട് എങ്കിൽ ഇത് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയേണ്ട ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ്, ഖുർആനും ഹദീസുമല്ല എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ആ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ വാക്യങ്ങളൊക്കെ വേദവാക്യം പോലെ കേരളീയ സമൂഹത്തിലൊക്കെ പഠിപ്പിച്ചവരാണ് ഇവിടുത്തെ മുജാഹിദ് നേതൃത്വം മുൻകാലത്തും പിൽക്കാലത്തും ഇപ്പോൾ ഈ രൂപത്തിലും. എന്നിട്ട് ആ അവസ്ഥ മാറിയിട്ട് എന്ന് പറഞ്ഞാൽ പണ്ഡിതാഭിപ്രായങ്ങൾ ഖുർആനുമായും പ്രവാചക ചര്യയുമായും പൊരുത്തപ്പെടുമെങ്കിൽ സ്വീകരിക്കണം എന്ന് പഠിപ്പിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവകാശികൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഖുർആനും പ്രവാചക ചര്യയും പണ്ഡിതാഭിപ്രായങ്ങളുമായി പൊരുത്തപ്പെടുമെങ്കിൽ അപ്പോഴാണ് സ്വീകരിക്കേണ്ടത്, അപ്പോഴേ സ്വീകരിക്കാവൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും ആ വാചകം ആ രൂപത്തിൽ പറഞ്ഞ ആ ആശയം അതാണ്. ഇത് തന്നെയാണ് നമ്മൾ തമ്മിലുള്ള ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസവും. മർക്കസ് ദവായി വിഭാഗവും അതുപോലെ ഈ സീരി ടവറും, ഈ സീരി ടവർ മാത്രമല്ല വിഷ്ണു വിഭാഗത്തെ കുട്ടികൾ അവരും ഒക്കെ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ന് കേരളീയ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ നിലകൊള്ളുന്ന ഒരേ ഒരു സംഘം അത് KNM മർക്കസ് ദവയും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളുമാണ് എന്ന് ആർക്കും ബോധ്യമാകും. മറ്റെല്ലാവരും അതാണ് പറഞ്ഞത്, ഒരു സാധാരണക്കാർക്ക് വരെ മനസ്സിലാകുന്ന വിഷയങ്ങൾ ഖുർആൻ നിന്നും ഹദീസ് നിന്നും എടുത്ത് ഉദ്ധരിച്ചാൽ ഉടനപ്പുറത്ത് അത് സമസ്തക്കാരാണെങ്കിലും സീഡിക്കാരാണെങ്കിലും വിഷ്ടങ്കാരാണെങ്കിലും ഒക്കെ ഒരേ കാര്യമാണ് ചോദിക്കുക, ഇത് ഏത് പണ്ഡിതനാണ് പറഞ്ഞത്, മുൻകാലത്ത് ആരാ എഴുതി വെച്ചത് എന്ന് ചോദിക്കും. ആ ചോദിക്കുന്നിടത്ത് അവർ ഒരു ഏകാഭിപ്രായത്തിനും ഐക്യത്തിനുമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷയം. അപ്പം ഞാൻ സൂചിപ്പിച്ചത് എന്താണ് അഭിപ്രായ വ്യത്യാസം എന്നുള്ള ഏറ്റവും പ്രധാനം അല്ലേ. രണ്ടാമത്തെ ചോദ്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം ഈ 2 സംഘങ്ങൾ തമ്മിലുള്ള ആദർശപരമായിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്താ? ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പ്രമാണങ്ങളുള്ള സമീപനങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇനി പിന്നീടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിന്ന് സിഹിർ വിഷയങ്ങളിൽ പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടുമെന്നും അത് അങ്ങനെ പല ഉപദ്രവങ്ങളും ചെയ്യുമെന്നും ശാരീരികമായി മനുഷ്യനെ ഉപദ്രവിക്കുമെന്നും ഒക്കെയുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടുത്തെ സമസ്തക്കാരും സീഡിക്കാരും അതുപോലെ വിഷ്ടങ്കാരും അടക്കമുള്ളവരൊക്കെ. അത് അല്ല എന്ന് ചില തോന്നലുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് 2012-13 കാലഘട്ടങ്ങളിൽ സീരി ടവർ വിഭാഗം വീണ്ടും ഒന്ന് ഭിന്നിച്ചപ്പോൾ, ഒന്ന് വിഷ്ണവും മാറുകയും ചെയ്തപ്പോൾ
ഈ വിഷ്ടവും സീഡിയും തമ്മിൽ കാര്യമായ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നും ആ അഭിപ്രായ വ്യത്യാസം ജിന്ന് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലാണ് എന്നുമൊക്കെയുള്ള ധാരണ ആർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊരു തെറ്റായ ധാരണയാണ് എന്നാണ് ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായത്. എന്താ ധാരണ? ഇവർ വിഷ്ടം വിഭാഗം ജിന്ന് പിന്നെ വിഷയത്തിലൊക്കെ അത് അങ്ങനെ മനുഷ്യ ശരീരത്തിൽ കയറും, അതിങ്ങനെ പല ഉപദ്രവങ്ങളും ചെയ്യും, ശാരീരികമായി ഉപദ്രവിക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരും, എന്നാൽ സി ഡി വിഭാഗം ആളുകൾ അങ്ങനെയൊന്നും പ്രചരിപ്പിക്കാത്തവരുമാണ് എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ടം വിഭാഗത്തെ മറുവിഭാഗം ജിന്നുവാദികൾ എന്ന ഒരു പേരിട്ടുകൊണ്ട് വിളിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അൻസാറിന്റെ വിഷയം എന്താ സംഭവിച്ചത്? അത് അവരുടെ മാത്രം കുത്തകയൊന്നുമല്ല, ഞങ്ങളും അതിൻ്റെ ആൾക്കാർ തന്നെയാണ് എന്ന് വരുത്തി തീർക്കൽ കൂടി ഈ അൻസാറിനെ തിരുത്തിക്കുന്നതിൻ്റെ ലക്ഷ്യമായിരുന്നുവോ എന്ന് ആലോചിക്കേണ്ടടുത്ത് കാര്യം എത്തിയിട്ടുണ്ട്. അതാണ് വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതായിരുന്നാലും ഇങ്ങനെ ഇവർ രണ്ടു കൂട്ടരും രണ്ടഭിപ്രായത്തിലാണ് എന്ന് വിചാരിച്ചിരുന്നു എന്നല്ലാതെ വസ്തുത എന്താണ്? ഈ രണ്ടു കൂട്ടരും, രണ്ടല്ല മൂന്ന് കൂട്ടരും, സമസ്തക്കാരും സീഡിക്കാരും വിഷ്ടംകാരും ഒക്കെ ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായക്കാരാണ്. എന്നാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പഴയകാലത്തും ഇപ്പോൾ അതിൻ്റെ പ്രതീകമായി ഇവിടെ പ്രവർത്തിക്കുന്ന മർക്കസ് ദഅ്വ വിഭാഗവും ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് വെട്ടിത്തുറന്ന് തന്നെ പറയാനുള്ള കാര്യം എന്താ? ഒന്ന്, ജിന്നു വർഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൂനഹു. ജിന്നുവർഗം നമുക്ക് അവയെ അറിയാനോ മനസ്സിലാക്കാനോ കാണാനോ അവയുടെ പ്രവർത്തന രീതി മനസ്സിലാക്കാനോ അവരുടെ കഴിവും പ്രാപ്തിയും മനസ്സിലാക്കാനോ നമുക്ക് കഴിയില്ല. മറിച്ച് അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കഴിയും. ഇതാണ് ഖുർആൻ പറഞ്ഞു വെച്ചത്. അതിൻ്റെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ട് തന്നെ ജിന്നുവർഗം എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പ്രവർത്തിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യവും വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നിരിക്കെ തന്നെ ആ ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചടക്കമുള്ളവർ, മനുഷ്യവർഗത്തിലും പിശാചിക്കലുണ്ട്, ഇവര് മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ആ സംഗതി ശാരീരികമായി മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന സംഗതി ജിന്നുവർഗത്തിനോ ആ വർഗത്തിലെ പിശാചുക്കൾക്കോ ഇല്ല, അത് സാധ്യവുമല്ല എന്നാണ് നമ്മൾ ഈ കാലം വരെ പറഞ്ഞതും പഠിപ്പിച്ചതും ഇപ്പോഴങ്ങനെ തന്നെ ഉള്ളത്. ഒരു മാറ്റമില്ല, അതിലൊരു മാറ്റമില്ല. അതങ്ങനെ തന്നെ. കാരണം മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പഠിപ്പിച്ച കാര്യം അത് തന്നെയാണ്. അതിൽ മാറ്റം വരില്ല. അപ്പൊ ഇത് ഒരു വ്യക്തതയുള്ള കൃത്യതയുള്ളൊരു വിഷയമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ജിന്നു വർഗത്തെക്കുറിച്ചോ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അറിയാൻ മനസ്സിലാക്കാൻ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരിക്കലും സാധ്യമല്ലെന്നിരിക്കെ ആ ജിന്ന് വിഭാഗം മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കും എന്ന് പറയണമെങ്കിൽ കൃത്യമായ തെളിവുകൾ, പ്രമാണങ്ങൾ വേറെ വേണം. അതില്ല. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനം എക്കാലത്തും നിലപാട് സ്വീകരിച്ചത് അങ്ങനെ ഒരു ഉപദ്രവം അവിടെ നിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. പ്രവാചക തിരുമേനിയുടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി പോട്ടെ, പരലോകത്ത് വെച്ച് ഈ ശൈത്താൻ തന്നെ പറയുന്ന എന്താ? അല്ലാഹു പറഞ്ഞു വഖാല ശൈത്താൻ ലമ്മാ ഖുദിയൽ അംർ. കാര്യങ്ങളൊക്കെ തീരുമാനമായി കഴിയുമ്പോൾ ശൈത്താൻ പറയും ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ് വവഅദ്തുക്കും ഫഅഖ്ലഫ്തുക്കും. അള്ളാഹു നിങ്ങൾക്ക് സത്യസന്ധമായിരിക്കുന്ന വാഗ്ദാനം നൽകിയിരിക്കുന്നു, അഥവാ അവൻ ആ വാഗ്ദാനം പാലിക്കും. ഞാനും നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു, ഞാൻ അത് ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു. തീർന്നില്ല. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ. എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഒരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. ആര് പറയുന്നു? പിശാച് പറയുന്നു എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഒരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅൗതുക്കും ഫസ്തജബ്തും ലീ. ഞാൻ നിങ്ങളെ ഈ തെറ്റായ കാര്യങ്ങളിലേക്ക് വിളിച്ചു, ക്ഷണിച്ചു, നിങ്ങളെ എനിക്ക് ഉത്തരം ചെയ്തു. ഇതല്ലാതെ വേറൊന്നുമില്ല. മാത്രമല്ല അതിനാൽ ഫലാ തലൂമുനി വലൂമു അൻഫുസക്കും. അതിനാൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോളൂ എന്ന് ശൈത്താൻ പരലോകത്ത് വെച്ച് പ്രഖ്യാപിക്കും എന്ന് അള്ളാഹുവോട് പറയുന്നത്. ആ ശൈത്താൻ അല്ലെങ്കിൽ ജിന്നുവർഗം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കും, അവരിൽ ഇങ്ങനെ കയറി കൂടും, ഇങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടാക്കും എന്ന് ഒരു പിശാചും ഒരു ജിന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരെ പടച്ചിരിക്കുന്ന പടച്ചോനും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പടച്ചോൻ പറയാത്ത, ജിന്നുവർഗത്തെക്കുറിച്ച് ജിന്നുകൾ പോലും പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിലെ വിഷ്ടം വിഭാഗമൊക്കെ ചില സമയത്ത് അവരുടെ സംസാരം കേട്ടാൽ
ഈ ശൈത്താനെ കുറിച്ചുള്ള മഹത്വങ്ങൾ, അവന്റെ കഴിവുകൾ, അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലേ. അതിന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർ മൊത്തത്തിൽ ഭയന്നരണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഒരു വേള അത്രയോ അതിലേറെയോ ജിന്നുകളും ഉണ്ടാവും. ആ ജിന്നുകളൊക്കെ ഭയപ്പെട്ട് ഇവിടെ അവരുടെ നിർഭയത്വം പൂർണ്ണമായി നശിപ്പിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയം കൊണ്ട് പടച്ച റബ്ബിന്റെ മഹത്വം പറയാൻ, അവന്റെ കഴിവും അവന്റെ പ്രാപ്തിയും അവൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും അവൻ നൽകുന്ന സംരക്ഷണവും അവൻ നൽകുന്ന നിർഭയത്വവും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ ആളുകൾക്ക്, ഈ സമൂഹത്തിന് നിർഭയത്വത്തിൽ ജീവിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രചരിപ്പിച്ചു പോവാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ കുറേ സാധനം ഞാൻ പറഞ്ഞു വെച്ചാൽ, ഖുർആനും പ്രവാചകചര്യയും പറഞ്ഞ അടിസ്ഥാനത്തിൽ ജിന്ന് വർഗം മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് പറയാൻ യാതൊരു നിർവാഹമില്ല. മറിച്ച് മറുഭാഗം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ജിന്ന് മനുഷ്യ ശരീരത്തെ കയറിക്കൂടും, പിന്നെ മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കും, മനുഷ്യ സ്ത്രീകളുമായി അവർ ബന്ധത്തിലേർപ്പെടും, ആ സ്ത്രീകള് ഈ ജിന്നുകളുടെ മക്കളെ പ്രസവിക്കേണ്ടി വരും. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് അബദ്ധജടിലമായ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരിക്കൽ പോലും പറയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി ഇവർ പറഞ്ഞിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ആ വിഷയത്തിൽ മർക്കസ് തവ വിഭാഗവും CD വിഭാഗവും തമ്മിലുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന വ്യത്യാസം. ഇനി സിഹിറിന്റെ കാര്യത്തിലോ, സിഹിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാജിക് അല്ല ഇവിടെ, മറിച്ച് മാരണം, ആഭിചാരം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതും പ്രത്യേകം പറയാലോ. അങ്ങനെ ആഭിചാരം, മാരണം തുടങ്ങിയിരിക്കുന്ന ആ രൂപത്തിലുള്ള സിഹിർ അത് ആളുകൾ പലതുകൊണ്ടും ചെയ്യാറുണ്ട്. കോഴിമുട്ടയിൽ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ കരിക്കിൽ ചെയ്യുന്നവർ, അങ്ങനെ പലതും ആൾക്കാർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആ സിഹിറിന് പിന്നെ അതിന് പ്രതിഫലനമുണ്ട് എന്നും അത് യാഥാർത്ഥ്യമാണ് എന്നും ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് സിഹിർ ചെയ്താൽ അയാൾക്ക് ഫലിക്കുമെന്നും ഒക്കെയുള്ള വിശ്വാസം. അതുപോലെ തന്നെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർക്കെതിരെ വരെ ഒരു ജൂതൻ ചെയ്തിരിക്കുന്ന സിഹിർ ആ പ്രവാചകരിൽ ഫലിക്കുകയും എന്നിട്ട് പ്രവാചകരുടെ സംസാരത്തിലും അതുപോലെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരു അവ്യക്തമായിരിക്കുന്ന അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നുക, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് തോന്നുക, അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥ ഒക്കെ ഒരു 6 മാസക്കാലത്തോളം ഉണ്ടായി എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ആര്? CD വിഭാഗവും വിഷ്ടം വിഭാഗവും, ഇനി വേണമെങ്കിൽ സമസ്തക്കാരും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെയും ഇപ്പോൾ മർക്കസ് തവ വിഭാഗവും അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്താ കാരണം? സിഹിർ, മാരണം, ആഭിചാരം എന്ന് പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഫലം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വിശ്വസിക്കണം? ഈ സാഹിറുമാർക്ക് മനുഷ്യനെ അദൃശ്യമായ മാർഗത്തിലൂടെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കണം. മനുഷ്യനെ അദൃശ്യമായ മാർഗത്തിലൂടെ ഉപദ്രവിക്കുവാൻ സാഹിറുമാർക്കോ മറ്റോ സാധിക്കുമെന്ന് വിശ്വസിക്കൽ കടുത്ത ശിർക്കാണ്, പച്ച ശിർക്കാണ്. അതിൽ യാതൊരു അഭിപ്രായത്വം ആർക്കും ഉണ്ടാവില്ല. അദൃശ്യമായ മാർഗത്തിലൂടെ ഈ സാഹിർമാർക്ക്, അതുകൊണ്ട് ഒരുത്തന്നെ ഒരു കോഴിമുട്ട വാങ്ങിയിട്ട് 4 കള്ളി വരച്ച് അതിലെന്തൊക്കെ എഴുതി വെച്ചിട്ട് ഏതെങ്കിലും മുക്കിലോ മൂലയിലോ കൊണ്ടുപോയിട്ടാൽ അയാൾ മനസ്സിൽ കരുതുന്ന മറ്റൊരാൾക്ക് ആ ആളെ നേരിൽ കാണുകയോ അല്ലെങ്കിൽ നേരിൽ അയാൾ എന്തെങ്കിലും ചെയ്യുന്നില്ല. എവിടെയോ കിടക്കുന്ന ഒരാൾക്ക് അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ, പ്രയാസമുണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കണമെങ്കിൽ ഈ സാഹിർമാർക്ക് അദൃശ്യമായി മനുഷ്യനെ ഉപദ്രവിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കൽ ഷിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആർക്കൊരു അഭിപ്രായത്വം ഉണ്ടാവും തോന്നുന്നില്ല. സ്വാഭാവികമായും അങ്ങനെയാണ് സിഹിറിന്റെ ഫലം പ്രതീക്ഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഫലം ഉണ്ടാകും എന്ന് വിശ്വസിക്കൽ ഷിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ആ നിലക്ക് ഈ കാര്യത്തിൽ നമ്മൾ 2 ചേരിയിലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ അങ്ങനത്തെ അവസ്ഥ ഉണ്ടായി എന്നും വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ വ്യക്തമായ ആശയങ്ങൾക്ക് വിരുദ്ധമായി ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ചില ഗ്രന്ഥങ്ങൾ വന്നതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കണമെന്നും അത് സ്വീകരിച്ചെങ്കിലേ നമ്മൾ ശരിയായ മാർഗത്താവുകയുള്ളൂ എന്നുമൊക്കെ വാവിട്ട് കരഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. ആ ആളുകളാണ് ഈ CD വിഭാഗവും വിഷ്ടം വിഭാഗവും സമസ്തക്കാരും ഒക്കെ. അപ്പോ റസൂലുള്ളവരെ മസ്ഹൂറാണ് എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മളോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നെ സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്ന, അതിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും പോയി പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഇന്ന ആൾ സിഹിർ ചെയ്തിട്ടുണ്ട്,
എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടായത്, ഇന്ന പ്രശ്നം ഉണ്ടായത്, ഇന്ന ആൾ സിഹിർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏതോ ഒരാൾ സിഹിർ ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ചില തോന്നലുണ്ടാവും. എന്നാ അത് അങ്ങനെ തന്നെ ആവുമോ എന്ന് തോന്നിയേക്കാം. അതെന്താ? അതവരുടെ വിശ്വാസത്തിൽ ബന്ധപ്പെട്ട കാര്യമാണ്. അവരങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ്. ആ നിലക്ക് ഈമാനിൽ ദുർബലതയുള്ള ആൾക്കാരാണ്. അല്ലാത്തവർക്ക് ഇതിലോ യാതൊരു പ്രശ്നവും ഒരു വിഷയമില്ല. ഇപ്പൊ നമുക്കൊക്കെതിരെ ഈ സിഹിറിന് വല്ല പ്രതിഫലവും ഉണ്ടാകുമെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമോ? നമ്മളൊക്കെ എന്നോ തട്ടിപ്പോയിണ്ടാവില്ലേ? കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന, ഞാനൊക്കെ ഈ പ്രബോധന രംഗത്ത് വന്നിട്ട് 40 വർഷം കഴിഞ്ഞു. ഇത്രയും കാലത്തിനടക്ക് ഒരൊറ്റ മനുഷ്യന്റെയും ഇങ്ങനെയുള്ള ഒരു ടീമിന്റെയും ഒരു തരത്തിലുള്ള ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ അവർക്കാർക്കും സാധിച്ചില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കത് ചെയ്യില്ലേ? ചെയ്യാതിരിക്കുമോ? അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി തന്നെ ഉണ്ട് എന്ന് പറയാൻ അതായത് ഇങ്ങനെ ഒരു പ്രതിഫലനം ഇതിനുണ്ട് എന്ന് പറയാൻ ഒരു നിർവാഹവും ഇല്ല. അങ്ങനെ പ്രതിഫലനം ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്ന മുഴുവൻ ആളുകളെയും അടക്കിയിരുത്താൻ, അവരടിച്ചു അമർത്താൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കുമായിരുന്നു. മർക്കസ്തവ വിഭാഗം ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സ്റ്റേജ് കെട്ടി അവിടുന്ന് പബ്ലിക്കിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. ലോകത്ത് എവിടെയെല്ലാം ഇങ്ങനെ സിഹിർ ചെയ്യുന്ന, മാരണം ചെയ്യുന്ന ആളുകളുണ്ടോ അവരെല്ലാവരും വന്നോട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യട്ടെ, എന്നിട്ട് നമുക്കെതിരെ സിഹിർ ചെയ്യുക, അതിന് എന്ത് പ്രതിഫലനമാണ് ഉണ്ടാവുക എന്ന് മുൻകൂട്ടി പറയുകയും ആ പ്രതിഫലനം ഉണ്ടായതായിട്ട് കാണിച്ചിരുന്നു ചെയ്യണം എന്ന് നമ്മൾ അന്ന് പ്രഖ്യാപിച്ചതാ. അന്ന് ആ പ്രഖ്യാപനം നടത്തുമ്പോൾ, ആ വെല്ലുവിളി നടത്തുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഹുസൈൻ മടവൂർ, സലാഹുദ്ദീൻ മദനി, അസ്ഗർ അലി തുടങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ തന്നെ, സലീം സുലമി അടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇന്ന് അങ്ങനെ വെല്ലുവിളി നടത്തുമോ എന്നും അത് നടത്താനുള്ള സ്വാതന്ത്ര്യം അവർ നിൽക്കുന്നിടത്ത് ഉണ്ടാകുമോ എന്നും മാത്രമല്ല അങ്ങനെ ഒരു വിശ്വാസം വെച്ചു പുലർത്താൻ അവർക്ക് അവകാശവും അധികാരവും ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അത് വേറെ തന്നെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെയാണ് സംഗതി. അപ്പോൾ ഈ അൻസാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാർ തിരുത്തിയിട്ട് ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ. പ്രധാനമായിട്ടും ആകെ ഒരാൾ എന്തോ ചില കാര്യങ്ങൾ ഒരു വ്യക്തതയില്ലാതെ സംസാരിച്ചെന്നല്ലാതെ പൊതുവിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരിക്കുന്ന ആളുകൾ അവരെപ്പോലും ആദർശപരമായി ഷണ്ഡീകരിച്ചിരുത്തിയത് കൊണ്ട് ഒന്നും പറയാനോ ഒന്നും മിണ്ടാനോ കഴിയില്ല. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് സിഹിറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന വ്യത്യാസങ്ങൾ ഈ രണ്ട് ടീമും തമ്മിലുണ്ട്. ഇനി കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ. യഥാർത്ഥത്തിൽ മർക്കസ്തവ വിഭാഗവും CD ടവർ വിഭാഗവും തമ്മിൽ രണ്ട് സംസ്കാരത്തിന്റെ വക്താക്കൾ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. രണ്ട് സംസ്കാരമാണ്. സാംസ്കാരിക രംഗത്ത് തന്നെ രണ്ട് ചേരിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇവർ മാറിയിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാം എന്നത് സത്യമതമാണ്. അത് സ്വീകരിക്കുന്ന ആളുകൾ സത്യസന്ധന്മാരായിരിക്കണം. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം പറയുവാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും കഴിയുന്നവരായിരിക്കണം. അതിൽ മാറ്റം വരാൻ പാടില്ല. ഇത് ആർക്കാ ബോധ്യമില്ലാത്തത്? ആർക്കത് മനസ്സിലാവാത്തത്? കുലിൽ ഹഖ വലൗ കാന മുർറൻ എന്ന് പറയുന്നത് മിമ്പറിൽ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഹദീസൊന്നും അല്ലല്ലോ. എത്ര പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും എത്ര കൈപ്പുറ്റ അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ സത്യമേ പറയാവൂ എന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചക തിരുമേനി ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വഖൂലു ഖൗലൻ സദീദ കൂനു മഅ സ്വാദിഖീൻ തുടങ്ങിയിരിക്കുന്ന ഒട്ടേറെ പ്രയോഗങ്ങൾ ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ ആയിരിക്കണം, സത്യസന്ധന്മാരുടെ കൂടെ ആയിരിക്കണം, സത്യമേ പറയാവൂ തുടങ്ങി എത്ര കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം പഴയകാലം മുതൽ ഇന്നുവരെയും പ്രത്യേകിച്ച് മർക്കസ്തവ വിഭാഗവും ഈ സംഘടനാ പ്രവർത്തന രംഗത്ത് സത്യസന്ധമായിരിക്കുന്ന നിലപാടും സമീപനവും സ്വീകരിക്കുകയല്ലാതെ അസത്യം പറയുകയോ അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കുകയോ കളവ് പറയുകയോ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ കള്ളസാക്ഷ്യം പറയുകയോ കള്ളക്കേസ് കൊടുക്കുകയോ ചെയ്തായിരിക്കുന്ന ഒരൊറ്റ സംഭവം പോലും കാണാൻ കഴിയില്ല. എന്നാൽ മറിച്ചോ CD ടവർ വിഭാഗം 2002 മുതൽ തുടങ്ങിയതാണ്, 1990 മുതൽ തുടങ്ങിയതാണെന്ത് ഈ കളവ് പറയാ, കള്ള ആരോപണം നടത്തുക, വ്യാജമായിരിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ. എന്നാൽ 2002 മുതലോ നേർക്ക് നേരെ കള്ള കേസുകൾ തന്നെ കൊടുത്തു തുടങ്ങി. കള്ളക്കേസുകൾ 1, 2, 4 ഒന്നല്ല, ഡസൻ കണക്കിന് കേസുകളുണ്ട്. അങ്ങനെയുള്ള ആ സ്വഭാവം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ ഏറ്റവും അടുത്ത സമയത്ത് വരെ പുതിയ കള്ളക്കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു വിങ് ആ ടീമിൽ ഒരു വകുപ്പ് പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കള്ളക്കേസുകൾ എത്ര മാത്രമല്ല, പള്ളികൾ ജുമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുക, അത് പൂട്ടിക്കുക,
പള്ളി പൊളിക്കുക തുടങ്ങിയിരിക്കുന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതൊന്നും ഇസ്ലാമിക സംസ്കാരവുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്ന കാര്യമാണ് എന്ന് ആരും പറയില്ല. അതിൻ്റെ കൂടെ തന്നെ നിന്ന് ആ തണലിൽ വളർന്നു വന്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളിലും കള്ളക്കേസുകളിലും ഒക്കെ വളർന്നു വന്നിരിക്കുന്ന ടീമാണ് ആര്? വിസ്ഡം ടീം. അതുകൊണ്ട് അവർക്കും ഇത് കൈ കഴുകാൻ കഴിയില്ല. അവരുടെയും ഇന്നത്തെ നേതാക്കന്മാരടക്കം നേരത്തെ ചില കള്ളക്കേസുകളൊക്കെ നേരിട്ട് കൊടുത്തിരിക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കളവ് പറയാൻ പാടില്ല, കള്ളത്തരങ്ങൾ കൂട്ടി നിൽക്കാൻ പാടില്ല, കള്ളക്കേസ് കൊടുക്കാൻ പാടില്ല, കള്ളസാക്ഷ്യം വഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ലൈനിൽ ഒരു വിഭാഗവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കള്ളത്തരമാവാം, കള്ളക്കേസ് കൊടുക്കാം, കള്ള ആരോപണം നടത്താം, കള്ള സാക്ഷി വഹിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാദിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ മർക്കസ് വിഭാഗവും അതല്ലാത്ത മറ്റു വിഭാഗങ്ങൾ തമ്മിൽ നേർക്ക് നേരെ തന്നെ വേർതിരിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെയും സൂചിപ്പിച്ചത്. ഒരു 3-4 കാര്യങ്ങളാണ് ഞാൻ വ്യത്യാസമായി പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ അനസ് മുസ്ലിയാർ ആ നിലക്ക് ശ്രമിച്ചതുമില്ല. വേറെ പല കാര്യങ്ങളും പറഞ്ഞ് തൽക്കാലം മെല്ലെ അങ്ങോട്ട് തടി സലാമത്താക്കുന്നൊരു മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി 1-2 കാര്യങ്ങൾ കൂടി ചേർത്ത് പറയാനുള്ളൂ. അത് മറ്റൊന്നുമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ പ്രശ്നമുണ്ടാകുന്നത് 1990-കളിൽ ചില തൽപര കക്ഷികൾ പ്രസ്ഥാനത്തിനകത്തേക്ക് കയറ്റിക്കൂട്ടാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സലഫിയത്തുണ്ട്. ആ സലഫിയത്താണ് അന്ധവിശ്വാസങ്ങളുടെ മുഴുവനും ഭാണ്ഡവും ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പം അങ്ങനെ ഒരു സലഫിയത്തിനെ ഇവിടെ കുടിയിരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കാര്യബോധമുള്ള പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും പ്രത്യേകിച്ച് യുവാക്കളും അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചു. ആ പ്രതിരോധിച്ചപ്പോൾ അവർക്ക് നേരെ ആദർശ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞ് കുറെ കള്ള ആരോപണങ്ങൾ നടത്തി. ആ ആരോപണങ്ങളുടെ അവസാനത്തെ അല്ലെങ്കിൽ അതിന്റെ ഒരു അനുബന്ധമായിട്ടാണ് 2002 പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗത്തെ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംഘടനയെ നെടുകെ പിളർത്തിയത്. അന്നൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിന്നി സിഹിർ വിഷയങ്ങളൊന്നും ഒരു വിവാദ വിഷയമോ തർക്ക വിഷയങ്ങളോ ആരോപണ വിഷയങ്ങളോ ആയിരുന്നില്ല. എന്നാൽ 2002 ഈ പിളർപ്പോട് കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കള്ളക്കേസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് പോകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ പറഞ്ഞ സലഫിയത്ത് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിന് അതിനോട് പ്രതികരിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ മറ്റൊരു ചേരിയിലാണല്ലോ. സ്വാഭാവികമായി ആ ലൈനിലുള്ള ആളുകൾക്ക് കൂടുതൽ അവസരം കിട്ടുകയും ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2006-2007 കാലഘട്ടങ്ങളിൽ 2006 മുതൽ മിമ്പറുകളിലും അതുപോലെ പൊതുവേദികളിലും പ്രസിദ്ധീകരണങ്ങളുമൊക്കെ ആയിട്ട് ജിന്ന് സിഹിർ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അത് മറനീക്കി പുറത്തു വരികയും ചെയ്തു. അത് ഈ 90-കളിൽ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സലഫിയത്തിന്റെ ശരിക്കുള്ള ലാൻഡിംഗ് ആയിരുന്നു ഈ 2006-2007 കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. ചില ആളുകൾ അന്നാണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദി എന്ന് പറയപ്പെടുന്ന വേദികളിൽ നിന്ന് ജിന്ന് കയറും, ജിന്ന് ശരീഅത്തിൽ പ്രവേശിക്കും, ജിന്ന് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും, ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടും, അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടി വരും തുടങ്ങിയിരിക്കുന്ന ഒരുപാട് എന്താ പറയാ അങ്ങനെയുള്ള വളരെ മോശമായിരിക്കുന്ന വിഷയങ്ങൾ ഈ പള്ളി മെമ്പറിലും മറ്റുമൊക്കെ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. ഇതാണ് വിഷയം. ആ സമയത്ത് സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലവിലുള്ള ഒരേ ഒരു വിഭാഗമായിരിക്കുന്ന മർക്കസ് വിഭാഗം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് നേരെ ആരോപിച്ചിരിക്കുന്ന ആരോപണം മാത്രമായിരുന്നു ഹദീസ് നിഷേധം പോലെയുള്ള സംഗതികൾ. അത് വേറെ ചില സംഗതികളാണ്, വിശദീകരിക്കാൻ ഈ ഒരു സമയം ഞാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ വന്നാണ്. ഏതായിരുന്നാലും ഒരു 4-5 വർഷം നമ്മൾ ശക്തമായി നേരിട്ടു, പ്രതിരോധിച്ചു, ആളുകളെ ബോധവൽക്കരിച്ചു. അത് അവസാനം എന്തായി? അവർക്കിടയിൽ തന്നെ അതൊരു ഇഷ്യൂ ആയി മാറുകയും അത് 2012 2 ചേരിയായി മാറുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഈ 2 ചേരിയായി മാറുമ്പോഴും 2 കൂട്ടരും 2 ആദർശമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും പരിശോധിക്കണം തന്നെ. എങ്കിലും 2 ചേരിയായി മാറുന്ന അവസ്ഥ ഉണ്ടായി. ആരാ മാറിയത്? 2002 പിളർപ്പിന്റെ സമയത്ത് ISM എന്ന യുവജന പ്രസ്ഥാനത്തെ പിരിച്ചുവിട്ടിട്ട് പകരം അവിടെ കുടിയിരുത്തിയിരിക്കുന്നവരുണ്ടല്ലോ, അവരെക്കുറിച്ച് അന്നത്തെ അവരുടെ നേതാക്കന്മാരുടെ ഏറ്റവും വലിയ സംഗതി വലിയ ശുഭപ്രതീക്ഷയായിരുന്നു. വളരെ നല്ല കുട്ടികളാണ്, യാതൊരു കുഴപ്പമില്ല, അച്ചടക്കമുള്ളവരാണെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്നത്. പക്ഷേ അവരെ കൊണ്ട് തന്നെയാണ് 10 കൊല്ലം പിന്നിടുമ്പോഴേക്ക് അങ്ങേയറ്റം തലവേദന ഉണ്ടാവുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പ്രതിസന്ധി ഉണ്ടാവുകയും അവസാനം അവരെ കൂടി പിരിച്ചുവിടുകയോ അവർ പിരിഞ്ഞു പോവുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ ആ ടീം ഇത് 2 ടീമായിട്ട് വീണ്ടും മാറി. ഈ സമയത്ത് സ്വാഭാവികമായിട്ടും സീരിയട്ട ഒരു ഭാഗത്തിൽ ഒന്നുകൂടി ക്ഷീണം വന്നിരിക്കുമല്ലോ.
ഈ ക്ഷീണം വന്നൊരു പശ്ചാത്തലത്തിലാണ് ഒരു ഐക്യശ്രമം എന്ന നിലക്ക് നമ്മളുമായി ചില അലയൻസിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായി നമ്മൾ ഏത് കാലത്തും ഐക്യത്തിനെതിരല്ലാത്തതുകൊണ്ട് ഒരു ചർച്ചയുടെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആവാമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളും എന്ത് ചെയ്തത്, അതിനോട് സഹകരിച്ചത്. നമ്മളെ ഭാഗത്ത് പിന്നെ അന്നത്തെ KNM മർക്കസ്തയുടെ നേതാക്കന്മാർ, അതിൻ്റെ സംഘടന നേതാക്കന്മാർ യോഗം ചേർന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഈ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തുനിന്നും ആളുകൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പലപ്പോഴും ഞാനും അലി മദനിയൊക്കെ അതിൽ വലിയ പ്രതികളായിട്ട് പലപ്പോഴും വരാറുള്ളത് ഒരു കാര്യം പറയാൻ എന്താ അറിയോ, ഈ ഐക്യ ചർച്ചയുമായി ബന്ധപ്പെട്ട സിറ്റിങ്ങുകളിൽ ഒന്നാമത്തെ സിറ്റിങ്ങിൽ പങ്കെടുത്തത് അസ്ഹർ അലി മാത്രമാണ്. രണ്ടാമത്തെ സിറ്റിങ്ങിൽ അസ്ഹർ അലിയും സലീം സുല്ലമിയും ഹസീം മദനിയും അടക്കമുള്ള ആളുകളാണ്. മൂന്നാമത്തെ സിറ്റിംഗ് മുതൽ മാത്രമാണ് ഞാനും അലി മദനിയും ഒക്കെ അതിൽ വരുന്നത്. കാരണം അന്ന് മുതലാണ് സംഘടന അതിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കുന്നത്. എന്നിട്ടും നമ്മളാണ് അതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട്. അതിന് ചില അത് അങ്ങനെ പ്രചരിപ്പിക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. അത് അത്രയേ ഉള്ളൂ. ഏതായിരുന്നാലും അങ്ങനെ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ പിന്നെ ചില ധാരണകൾ ഉണ്ടായി. അതിനടിസ്ഥാനത്തിൽ ഒരു ഐക്യപ്രഖ്യാപനം ഉണ്ടായി. ഈ ഐക്യപ്രഖ്യാപനം ഉണ്ടായി ഒട്ടും വൈകാതെ തന്നെ അത് പിന്നെ ഒരു ചതിയായിരുന്നുവെന്നും അതുപോലെ തന്നെ ആ ചതി മനസ്സിലാക്കിയിട്ട് തിരുത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആളുകളുണ്ടല്ലോ, അതായത് നമ്മുടെ നേതാക്കന്മാരായി അപ്പുറത്ത് എത്തിയിരിക്കുന്ന ആളുകൾ, അവർ ഈ ഐക്യമെന്ന ഇതൊരു നാടകമായി മാറിയിട്ടപ്പോഴേക്ക് ഈ ഐക്യ നാടകത്തിൽ ഒറ്റുകാരുടെ വേഷമണിഞ്ഞവരായിരുന്നു എന്നും നമ്മുടെ പ്രവർത്തകർക്ക് മനസ്സിലായ ഒരു പശ്ചാത്തലത്തിലാണ് പൊതുവിൽ എല്ലാവരും അവിടുന്ന് പിന്നെ ഇറങ്ങിപ്പോകുന്നത്. കുറച്ച് ആൾക്കാർ അവിടെ നിന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും ഇറങ്ങിപ്പോന്നു. ഇതിന് അനസ് മുസ്ലിയായി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇറങ്ങിപ്പോരെ മാത്രമല്ല ചെയ്തത്, ഞാനൊക്കെ രാജിച്ചു പോകുന്ന തന്നെയാണ്. കാരണം കരാറുകൾ ലംഘിക്കപ്പെട്ടു. ആ ലംഘിക്കപ്പെട്ട കരാറുകൾ അത് പരിഹരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടും പരിഹരിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ ഞാൻ രാജിവെച്ചു പോകുന്നത് തന്നെയാണ്, സംശയമില്ല. എന്നാൽ ഒരു ഐക്യം ഉണ്ടാകില്ല എന്ന് കരുതി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും പിന്നെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ, ഈ ലംഘനങ്ങൾ അടക്കമുള്ള വിഷയങ്ങളെ ചോദ്യം ചെയ്യുകയും തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന ബഹുമാനായിരിക്കുന്ന CP ഉമർ സുല്ലമി ഈ ഐക്യപ്രഖ്യാപന സമയത്ത് സംയുക്ത KJUവിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. ആ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത്, അദ്ദേഹത്തെ മാറ്റിയത് എന്തടിസ്ഥാനത്തിലാണ്? മാത്രമല്ല അത് അദ്ദേഹം പോലും അറിയാതെ, അദ്ദേഹം ഇല്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാത്ത, അദ്ദേഹം അറിയാത്തൊരു യോഗം നടന്നു എന്നും ആ യോഗത്തിൽ വെച്ച് അദ്ദേഹത്തെ മാറ്റി വേറെ ആളെ സ്ഥാപിച്ചിരിക്കുന്നുവെന്നും ഒക്കെ അദ്ദേഹം പോലും അറിയുന്നത് പത്രവാർത്തയിലൂടെയാണ്. അനസ് മുസ്ലിയാർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ പോയതെന്നാ? നമ്മൾ പോയവരുണ്ട്, പക്ഷേ എല്ലാവരും പോയതാണോ? CP ഉമർ സുല്ലമിയെ അദ്ദേഹം പോയതാണോ? അദ്ദേഹത്തെ പറഞ്ഞയച്ചതാണോ? എന്തായാലും ഇങ്ങനെ അദ്ദേഹത്തെ മാറ്റാൻ കാരണം അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം ഇങ്ങനെയുള്ള നെറികേടുകൾക്കെതിരെ ശക്തമായി സംഘടനക്കകത്ത് പ്രതികരിച്ചിരുന്നു. അതാണ് വിഷയം. മഹാഭൂരിപക്ഷം ആളുകളും തിരിച്ചു വരികയും നേരത്തെയുള്ള KNM മർക്കസ് ദവ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുനഃസംഘടിപ്പിച്ച് തുടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഇതിൽ മർക്കസ് ദവ വിഭാഗത്ത് എന്ത് കാരണവശാലും ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം വ്യക്തമായ ഒരു നിലപാടുള്ളത് കൊണ്ട് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഗതി വന്നത് എന്ന് ആർക്കും ബോധ്യം ചെയ്യും. ഇതാണ് വസ്തുത. ഇങ്ങനെ പ്രസ്ഥാനം അതിനുശേഷം പിന്നെ അങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോൾ നമ്മൾ കുറച്ച് പേര് അവിടെ നിന്നല്ലോ, കുറച്ച് നേതാക്കന്മാരും കുറച്ച് പ്രവർത്തകരും. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താ പ്രതീക്ഷ? ഈ സീരി ടവർ വിഭാഗത്തിൻ്റെ ഈ സാംസ്കാരിക ശൂന്യതക്കെതിരെ അവരവിടെ പ്രതികരിക്കുന്നു, മർക്കസ് ദവയിൽ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു സംസ്കാരം അവർക്ക് പകർന്നു കൊടുക്കുമെന്നുമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ സംഭവിച്ചെന്താ? ഇവിടുന്ന് പോയിരിക്കുന്ന ആളുകൾ സീരി ടവർ വിഭാഗത്തിൻ്റെ നെറികെട്ട സംസ്കാരം അതുപോലെ തന്നെ വാരിപ്പണ്ടുകയും അതിൻ്റെ ഭാഗമായി അവരുകൂടി കള്ളക്കേസുകൾ കൊടുക്കുകയും കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും, എത്രത്തോളം 2002 സീരി ടവർ നേരിട്ട് കൊടുത്തിരിക്കുന്ന കള്ളക്കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ആളുകൾ വരെ ഇവിടെ 2022, 2023 കാലഘട്ടങ്ങളിലൊക്കെ അതേ സീരി ടവർ വിഭാഗം കൊടുക്കുന്ന കേസുകളിൽ, കള്ളക്കേസുകളിൽ വാദിസ്ഥാനത്ത് കാണുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും അതിലൂടെയൊക്കെ ആളുകൾക്ക് ബോധ്യമാവുന്നുണ്ട് ഇവർക്കൊക്കെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യലാഭങ്ങൾ ഉണ്ടായിരുന്നു, എന്തോ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അനസ് മുസ്ലിയാർ പറയുന്നുണ്ടല്ലോ, ഇതിന് ആദർശപരമായ വിഷയമല്ല, എന്തോ താല്പര്യങ്ങളുടെ കാര്യമാണ്. അതാണ് എങ്കിൽ തീർച്ചയായും ആ താല്പര്യങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർ തൽക്കാലങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അത്ര നമുക്ക് പറയാനുള്ളൂ. മർക്കസ് ദവ വിഭാഗം ഈ ഒരു കാലയളവിൽ സംഘടനാപരമായിരിക്കുന്ന അവരുടെ ദൗത്യം നിർവഹിക്കുകയും പ്രസ്ഥാനത്തെ പഴയ രൂപത്തിലേക്ക് ശക്തിപ്പെടുത്തി കൊണ്ടുവരികയും
അതിൻ്റെ ഒരു പ്രത്യക്ഷമായിരിക്കുന്ന ഒരു അടയാളം എന്ന രൂപത്തിൽ തന്നെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2024 ഫെബ്രുവരിയിൽ കരിപ്പൂരിൽ വെച്ച് 10ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ച് അതിലൂടെ തന്നെ ഇതാണ് യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനമെന്ന് ആളുകൾക്ക് ബോധ്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ സമ്മേളനം ഒരു വൃത്തിയുള്ള സമ്മേളനം, ആരെയും വ്യക്തിപരമായോ സംഘടനാപരമായോ ആക്ഷേപിക്കാതെ വിമർശിക്കാതെ എന്നാൽ ആദർശപരമായ കാര്യങ്ങൾ കൃത്യമായി വെട്ടിത്തുറന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു സമ്മേളനം. അതിലെ എക്സിബിഷനും അതുപോലെ പിന്നെ കിഡ്സ് സ്പോർട്ടും അങ്ങനെയുള്ള പല കാർഷിക മേളയും അങ്ങനെ പല വിഷയങ്ങളും വൈവിധ്യപൂർണ്ണമായിരിക്കുന്ന ഒട്ടനവധി ആകർഷണീയമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ ആളുകൾക്ക് വിജ്ഞാനവും അതുപോലെ എല്ലാം നൽകുന്ന ഒരു നല്ല മനോഹരമായ വൃത്തിയുള്ള ഒരുപാട് ജനബാഹുല്യം കൊണ്ടും എല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു സമ്മേളനം. മാത്രമല്ല ആ സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരും മതപണ്ഡിതന്മാരും അങ്ങനെ ഏതൊക്കെ വിഭാഗം എവിടെന്നെല്ലാം ആരെല്ലാം അതിൽ പങ്കെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം നല്ലത് മാത്രം പറയാൻ സാധിച്ചിരിക്കുന്ന, തിരിച്ച് ഈ സംഘാടകരെ ഒരു വാക്കുകൊണ്ട് പോലും ആക്ഷേപിക്കേണ്ടി വരാത്ത വിധത്തിൽ ഈ സമ്മേളനം നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. ആ സമ്മേളനത്തിലൂടെ തന്നെ ആ സമ്മേളനം നേരിൽ കണ്ട നാട്ടുകാർക്കും പുറമേ നിന്ന് വന്നവർക്കും അതുപോലെ മറ്റുള്ള സംഘടന രാഷ്ട്രീയ തരത്തിലുള്ള ആളുകൾക്കൊക്കെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ KNM മർക്കസ് ദവയും അതിന് അനുബന്ധ ഘടകങ്ങളുമാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമ്മേളനമാണ് സംഘടിപ്പിക്കാൻ സാധിച്ചത്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ മുഖം കെടുത്താൻ വേണ്ടി അതിനെ വീണ്ടും ആക്ഷേപിക്കാനും അതിൻ്റെ മുഖത്ത് കരിവാരത്തേക്കുവാനും വേണ്ടിയുള്ള ചില ശ്രമങ്ങളിൽ മത്സരിക്കുകയാണ് യഥാർത്ഥത്തിൽ സീരി ടവറും വിഷ്ണു വിഭാഗമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആര് എന്ത് ചോദ്യം ചോദിച്ചാലും ആ വിഷയത്തിലൊക്കെ അതിന് കൃത്യമായിട്ട് മറുപടി പറയാതെ മർക്കസ് ദവയുടെ തലയിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തിയാലും എന്തൊക്കെ ആക്ഷേപം ഉന്നയിച്ചാലും ഒരു സത്യമതത്തിന്റെ പ്രബോധന പ്രസ്ഥാനമായി നിലകൊള്ളുന്ന ഒരു ടീം അതിന്റെ ദൗത്യം കൃത്യമായി കണിശമായി നിർവഹിക്കുക തന്നെ ചെയ്യും. ഈ വെളിച്ചം ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ഖുർആൻ പറഞ്ഞ പോലെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അതന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഈ സത്യസന്ദേശം ഈ വെളിച്ചം ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും പടച്ചറബ് അത് പൂർത്തീകരിക്കും എന്ന വിശ്വാസത്തിൽ ആ ഒരു നിലക്ക് പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോവുകയാണ് KNM മർക്കസ് ദവയും അതിനനുബന്ധ ഘടകങ്ങളും. അതിനോട് കാര്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് സഹകരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പടച്ചറബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.